സ്റ്റോറീസ് ബെഡിൻ്റെ ചരിത്രം പറയുമ്പോൾ ബെഡിൻ്റെ കൂടെ ഒരു നൈറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ആ നൈറ്റ് സ്റ്റാൻഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് ചോദിക്കാറുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഈ നൈറ്റ് സ്റ്റാൻഡ്, അതായത് ബെഡ് സൈഡ് എന്ന് പറഞ്ഞ ബെഡ് സൈഡ് യൂണിറ്റ് പല പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചാമ്പർ പോട്ട്സ് ഉപയോഗിക്കാനാണ്. എന്താണ് ചാമ്പർ പോട്ട് എന്നറിയില്ലേ? BC 6-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ആൻഷ്യൻ്റ് ഗ്രീക്കുകാർ രാത്രികാലങ്ങളിൽ യൂറിനേറ്റ് ചെയ്യാനായി ഉപയോഗിച്ച ഒരു പോർട്ടബിൾ ടോയ്ലറ്റാണ് ചാമ്പർ പോട്ട്സ്. ഈ ചാമ്പർ പോട്ട് ഭദ്രമായിട്ട് രാത്രികാലങ്ങളിൽ സൂക്ഷിക്കാനായി ബെഡിനോട് ചേർന്ന് ഒരു നൈറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കി. ഈ നൈറ്റ് സ്റ്റാൻഡിലുള്ള രണ്ട് വശത്തുള്ള കബോർഡുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ചാമ്പർ പോട്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ നൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഫ്ലഷ് ടോയ്ലറ്റുകൾ കണ്ടുപിടിച്ചത്. എലിസബത്ത് രാജ്ഞി 1 ആയിരുന്നു ആദ്യമായിട്ട് അത് ഉപയോഗിച്ചത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഫ്ലഷ് ഇൻഡോർ ടോയ്ലറ്റുകൾ ഒരു പ്രചാരം നേടിയത്. അത്രയും കാലം രാത്രികാലങ്ങളിൽ യൂറിനേറ്റ് ചെയ്യാനൊക്കെ ഈ നൈറ്റ് സ്റ്റാൻഡിലുള്ള ചാമ്പർ പോട്ട്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നോക്കൂ, 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലാമ്പ് കണ്ടുപിടിച്ചു തോമസ് എഡിസൺ. ഒരു കാലത്ത് ബെഡ് സൈഡ് ഉപയോഗിച്ചിരുന്നത്, നൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ചിരുന്നത് ചാമ്പർ പോട്ട് സൂക്ഷിക്കാനായിരുന്നെങ്കിൽ തോമസ് എഡിസൺ ലൈറ്റ് ലാമ്പ് കണ്ടുപിടിച്ചപ്പോൾ നൈറ്റ് സ്റ്റാൻഡിന് ഇടം കൊടുത്തു. പിന്നീട് അത് വഴിമാറി പല പല ഉപയോഗങ്ങൾക്കായി മാറി മാറി വന്നു. ഇന്ന് നമ്മുടെ മൊബൈൽ വെക്കാവുന്നതാണ്, ഒരു ബോട്ടിൽ വെള്ളം വെക്കാവുന്നതാണ്. അതോടൊപ്പം നിർബന്ധമായിട്ടും നമ്മളൊരു നോട്ട് പാഡും ഒരു പെന്നും വെക്കണമെന്നാണ് സ്റ്റോറീസിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു പുതിയ കാര്യം.